കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ വെള്ളക്കെട്ടിൽ വലഞ്ഞ രോഗികൾ. ബീച്ച് ആശുപത്രിയിലെ പുതിയ OP ടിക്കറ്റ് കൗണ്ടറിന് സമീപമാണ് രാവിലെ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഓടയിലെ തടസ്സമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് അധികൃതർ പറയുന്നു. നിലവിൽ കോർപ്പറേഷൻ തൊഴിലാളികൾ എത്തി വെള്ളക്കെട്ട് പരിഹരിച്ചിട്ടുണ്ട്. അതേസമയം വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു. പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയതോടെ പ്രവർത്തകർ പിൻവാങ്ങുകയായിരുന്നു. ശരത് SS വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ ഇവിടെ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ട് എത്ര നേരം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി? എന്താണ് ആശുപത്രി അധികൃതർ പറയുന്നത്? കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ OP ടിക്കറ്റ് കൗണ്ടറിന് സമീപമാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായത്. ഇന്ന് രാവിലെ ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോഴും വെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോയിട്ടില്ല. അത് ഒഴുക്കിവിടാനുള്ള നടപടികൾ ഈ കോർപ്പറേഷൻ അധികൃതർ ഉൾപ്പെടെ നടത്തി വരുന്നുണ്ട്. പ്രധാനമായും ഇവിടെ നിരവധി രോഗികൾ, കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ കൂടുതൽ രോഗികൾ ചികിത്സയ്ക്കെത്തുന്ന ഒരാശുപത്രിയാണ് ബീച്ച് ആശുപത്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി രോഗികൾ ഇന്ന് രാവിലെയും ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. രോഗികളൊക്കെ തന്നെ വലയുന്നൊരു സാഹചര്യമാണ്. ഈ വെള്ളക്കെട്ട് മൂലം OP ടിക്കറ്റ് എടുക്കാൻ ഉൾപ്പെടെ വലിയ പ്രതിസന്ധി ആളുകൾക്ക് നേരിടേണ്ടി വന്നു. അത്തരത്തിൽ പലരും ടിക്കറ്റ് എടുക്കാതെ തന്നെ ടിക്കറ്റ് എടുക്കാൻ കഴിയാത്ത സാഹചര്യം. പിന്നീട് ഈ വെള്ളക്കെട്ട് പരിഹരിച്ചതിന് ശേഷമാണ് പലരും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. നമുക്കിപ്പോഴും കാണാൻ സാധിക്കും ഈ വെള്ളക്കെട്ട്. അതായത് ഇന്ന് രാവിലെ ഇവിടെ ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഈ മഴ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാക്കി. എന്തായാലും ഇതിൻ്റെ നിരവധി രോഗികൾ ഇവിടെ ചികിത്സയ്ക്ക് എത്തിയതാണെന്ന്. ചികിത്സയ്ക്ക് എത്തിയാണ് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ 6:45 എത്തിക്കണ്. ആ സമയത്ത് ആ കാറ് നിർത്തിയിട്ട് ആ ഗേറ്റ് മുതൽ അത് ആ ഓട്ടോറിക്ഷ നിർത്തി അപ്പുറം വരെ ഏകദേശം മുട്ടിന് വെള്ളം ഈ വെള്ളം മഴ പെയ്ത വെള്ളം മാത്രമല്ല, ഈ കട്ടറിനൊക്കെ പൊട്ടി ഒളിച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ 2 പ്രാവശ്യം ഞാൻ കാല് കഴിയിട്ടും ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മനസ്സ് തോന്നുകയാണ് കേട്ടോ. അത് മാത്രമല്ല ഈ റോഡ് പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ല. ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ OP ടിക്കറ്റ് വാങ്ങുന്ന സ്ഥലം. ഒരു 3-4 ഉറുപ്പ്യ കൊടുത്താൽ നമ്മൾക്കിപ്പോൾ ഈ മെയിൻ ഗേറ്റിൽ നിന്ന് ഇവിടെ വരെ വരും. നല്ല റോഡാണ്. ഓട്ടോറിക്ഷക്കാരും പറഞ്ഞത് ഈ റോഡ് മോശമായതുകൊണ്ട് ഞങ്ങളായിട്ട് വരില്ല. ഒന്നാമത് ഇവിടെ ഒന്നും യാതൊരു വൃത്തിയാക്കുന്ന പരിപാടിയും ഇല്ല. ആരെങ്കിലുമൊക്കെ ഒരാൾ വന്നിട്ട് എന്തോ പുല്ലു അതേമാതിരിയൊക്കെ എന്തെങ്കിലും ചെയ്തു പോകും. എന്തായാലും നാട്ടുകാർ ഈ പറയുന്നത് വലിയ പ്രതിസന്ധിയാണ്. രാവിലെ ഇത്തരത്തിൽ ഈ ആശുപത്രിയിൽ ടിക്കറ്റ് എടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു എന്നുള്ളതാണ്. ഇതിന് സമീപത്തോടു കൂടി ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ടിനെ തൊട്ട് താഴെ കൂടെ തന്നെ ഓട പോകുന്നുണ്ട്. അതായത് കോർപ്പറേഷൻ്റെ ഓട ഇതിന് താഴെ കൂടെ പോകുന്നുണ്ട്. അത് അടഞ്ഞതാണ് ഇത്തരത്തിൽ തടസ്സത്തിന് കാരണം എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വാർഡ് മെമ്പർ കൂടി നമുക്കൊപ്പമുണ്ട്. എന്താണ് ഇവിടെ ശരിക്കും വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള സാഹചര്യം? ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു മഴക്കാലത്ത് 3-4 തവണ ഇതേ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായതാണ്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡ്രെയിനേജിൽ പുറത്തുനിന്ന് വരുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തടഞ്ഞു നിന്നിട്ടാണ് ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മഴക്കെട്ട് ഉണ്ടാകുന്ന സമയത്ത് എവിടെയാണോ ബ്ലോക്ക് അവിടെ തുറന്ന് പ്രശ്നം പരിഹരിക്കാറാണ് സാധാരണ പതിവ്. ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും വെള്ളക്കെട്ട് താൽക്കാലികമായി ഇപ്പോൾ പരിഹരിച്ചെങ്കിലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ സമാനമായ സാഹചര്യം ഉണ്ടാകും. അതും ഉടൻ പരിഹരിക്കണമെന്നുള്ളതാണ് രോഗികൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്.